ഹായ് വെൽക്കം ടു ത്രെഡ്സ് വേൾഡ്. പഴയൊരു മോഡൽ ടോപ്പിൻ്റെ അകത്തുനിന്ന് എങ്ങനെ പുതിയ മോഡലായിട്ട് എടുക്കാമെന്നുള്ളതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് കട്ടിങ് പാർട്ടാണ് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം ഒരു 40 ഇഞ്ചോളം നീളമുള്ളൊരു ടോപ്പാണ്. അപ്പോൾ ഇത്രയൊന്നും വേണ്ട, ഒരു ക്രോപ്പ് ടോപ്പ് പോലെ, അതായത് ജീൻസിനൊക്കെ ഇടാൻ പറ്റിയ ഒരു ടോപ്പാണ് ഉദ്ദേശിക്കുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ ആ ഒരു പഴയ സ്റ്റിച്ചൊക്കെ അയച്ചെടുക്കുക. അതിനുശേഷം ഇപ്പം ഫ്രണ്ട് ഭാഗമാണ് മടക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് ബോഡി പാർട്ടിന് എത്ര ആവശ്യമുണ്ടോ അത് വെച്ച് കട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ 8 ഇഞ്ചാണ്, അപ്പം തയ്യൽ തുമ്പും കൂടെ കൂട്ടി 8.5 ഇഞ്ചിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ അളവ് തന്നെ വെച്ച് ബാക്കിലും എടുക്കുക. ഇവിടെ ആവശ്യത്തിനുള്ള ഷോൾഡർ എടുക്കുക. അപ്പോൾ ഞാനിവിടെ 7 ഇഞ്ച് ആണ് എടുക്കുന്നത്. ഇതേപോലെ തന്നെ ബാക്കിലും വെച്ച് ആ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക. ഇനി താഴത്തെ ഭാഗം എന്ന് പറയുന്നത് പ്ലീറ്റ് വെച്ചിട്ടുള്ളതാണ്. ബാക്കിലും അതേപോലെ ഫ്രണ്ടിലും പ്ലീറ്റ് വെക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള പോർഷൻ താഴത്തെ ഭാഗത്തുനിന്ന് മേലെ ആയിട്ടാണ് എടുക്കുന്നത്. ഇവിടെ ടോപ്പിൻ്റെ ഫുൾ ലെങ്ത്ത് എന്ന് പറയുന്നത് 20 ഇഞ്ചാണ്. അപ്പോൾ അതിനായിട്ട് 8.5 നേരത്തെ എടുത്തു. അപ്പോൾ അതിൻ്റെ ബാക്കി 13 വെച്ച് എടുക്കുന്നുണ്ട്. 13-13.5 വെക്കുന്നുണ്ട്. തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ കട്ട് ചെയ്തെടുത്താലും പ്ലീറ്റ് വെക്കേണ്ട പീസ് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ബാക്കി വരുന്ന ആ ഒരു നടുത്ത ഭാഗം അത് നേരെ പകുതിയായി മുറിച്ച് സൈഡ് 2 ഭാഗത്തായിട്ട് വെച്ച് പ്ലീറ്റിനുള്ള ആവശ്യത്തിനുള്ള തുണി എടുക്കുക. ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ച ഈ പീസ് തന്നെ ബാക്കിലെ പീസിലും വെച്ച് മുറിച്ചെടുക്കാം. അപ്പോൾ ഇത്രയാണുള്ളത്. നേരത്തെ തന്നെ സ്ലീവിൻ്റെ ഒക്കെ പീസുണ്ട്. അപ്പോൾ അതിൻ്റെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അതേപോലെ നെക്കിൻ്റെ പൈപ്പിംഗ് ഭാഗവും ആദ്യത്തെ ടോപ്പിൻ്റെ അകത്ത് ഉണ്ടായത് തന്നെയാണ് വെക്കുന്നത്. എക്സ്ട്രാ പീസ് വേണമെങ്കിൽ അതിൽ നിന്ന് തന്നെ എടുക്കാം. ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും.
അപ്പോൾ കട്ടിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം.